നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. നേർവഴി കാണിക്കുന്ന രസക്കൂട്ടുകളുമായി വരുന്ന ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. രസിക്കാനും ചിന്തിക്കാനും കഴിയുന്ന കഥകളുമായി ദാ നമ്മുടെ കൂട്ടുകാർ റെഡി. കാട്ടിലെ കൂട്ടുകാർ. കാണുന്നില്ലല്ലോ. ഓ, കാത്തിരുന്ന് മടുത്തു. ഹലോ, നേരം വൈകിയോ? കാത്തിരുന്ന് മുഷിഞ്ഞോ നിങ്ങൾ? പിന്നില്ലാണ്ട് എത്ര നേരമെന്ന് വെച്ചാ സ്വന്തം കാര്യമായതുകൊണ്ടാ ഞാനിവിടെ ഇരുന്നത്. ഓ, നിങ്ങൾ രണ്ടുപേരുണ്ടല്ലോ, മിണ്ടിയും പറഞ്ഞു മിണ്ടാനും പറയിക്കാനും ഒന്നും നിൽക്കല്ലേ. വേണ്ട കാര്യം എന്താണെന്ന് വെച്ചി. എന്റെ കപിലെ, എന്റെ സമയത്തിന്റെ വില അറിയില്ല നിനക്ക്? എല്ലാവർക്കും സമയമാണ് പ്രശ്നം. ആർക്കും ഒന്നിനും സമയമില്ല. എല്ലാവർക്കും തിരക്ക് തന്നെ തിരക്ക്. കപിലെ, ഉപദേശങ്ങളും നല്ല വാക്കുകളും അല്ല ഇപ്പൊ ആവശ്യം. ശരി ശരി, അപ്പോ നിങ്ങളുടെ തീരുമാനത്തിൽ മാറ്റമില്ല അല്ലേ? എനിക്ക് ഈ പ്രശ്നം പരിഹരിക്കണമെന്നുണ്ട്. എന്റെ തീരുമാനത്തിൽ ഒറ്റ മാറ്റമില്ല. നിങ്ങൾ ഒന്നുകൂടി ആലോചിച്ചിട്ട് കപിലെ, ഞങ്ങൾ ഒന്നിപ്പിക്കാൻ ശ്രമിക്കല്ലേ, അല്ലാതെ ഏതെങ്കിലും വിധത്തിൽ പ്രശ്നം പരിഹരിക്കും. കപിലെ, ഞാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാ. ഒന്നില്ലേലും ഞങ്ങൾ ഇത്രയും കാലം ഒരുമിച്ച് ബിസിനസ് നടത്തിയതല്ലേ. എനിക്ക് ഗംഭീറിന് വിശ്വാസമില്ല. എന്തൊക്കെയാ കോര് പറയുന്നത്? നമുക്ക് ഇവിടെ വെച്ച് പിരിയാം, അതാ നല്ലത്. ഗംഭീറിന് നിങ്ങൾ ഒരുമിച്ച് പോകണമെന്നാണ് താല്പര്യം. എനിക്ക് താല്പര്യമില്ല, ഞാൻ എത്ര നേരമായി പറയുന്നു. ശരി ശരി ശരി, കോരുവിന്റെ തീരുമാനം നമുക്ക് ശരിവെക്കാം. എന്താ അപ്പൊ കാര്യങ്ങൾ എങ്ങനെയാ പറയൂ? ഷെയർ ചെയ്യുക 50-50. അയ്യോ കോരു, ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ. ഒന്നും ആലോചിക്കാനില്ല, നമുക്ക് ഇനി ഒരുമിച്ച് പോകാൻ കഴിയില്ല. ഗംഭീറിന് ഗംഭീറിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ഇത്രയും നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു ബിസിനസ് അത് തകർന്ന് തരിപ്പണമാകും. സ്വയം ബിസിനസ് പടുത്തുയർത്തണം, അതാണ് കഴിവ്. ശരി ശരി, എങ്കിൽ നിങ്ങൾ 50-50 ചെയ്യൂ. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ഒന്നുകൂടി ആലോചിക്കാം. എന്താ? ഈ പേപ്പർ ഒപ്പുവെച്ച് തന്നാൽ മാത്രം മതി, ബാക്കി കാര്യം പിന്നെ. ഗംഭീർ, എങ്കിൽ പിന്നെ ഈ പേപ്പറിൽ അങ്ങ് ഒപ്പിട്ട് കൊടുത്തേക്ക്. വേഗമാവട്ടെ. എത്ര വർഷം ഒരുമിച്ച് ബിസിനസ് നടത്തിയതാ. സാരമില്ല ഗംഭീർ, ശരിയാവും. സമാധാനമായിട്ടിരിക്കൂ. പോട്ടെ. എന്നാലും കോരുവിന് എന്നെ പിരിയാൻ തോന്നിയില്ല. ഗോരു, ഗംഭീരമായിട്ട് പിരിഞ്ഞതിനു ശേഷം നമ്മുടെ ബിസിനസ് ഒക്കെ അവതാരത്തിലാണ്. ഒന്നും പറയണ്ട, ആകെ പൊളിവിലാന്നേ. ഗംഭീരാണെങ്കില് ഓരോ ദിവസവും വെച്ചടി കയറ്റ ബിസിനസ്സില്. ഞാനാണെങ്കി ആകെ കടത്തില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. അല്ല ഗോരു, നിങ്ങൾ ഒരുമിച്ചുള്ള സമയത്ത് നല്ല ബിസിനസ് ആയിരുന്നില്ലേ? നല്ല ലാഭം കിട്ടിയതാ. അവരെ ഞാൻ അവിശ്വസിച്ചു.
ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? പിന്നെ ഞാനൊരു കാര്യം കിട്ടും. സത്യാണോ എന്ന് എനിക്ക് അത്ര ഇഷ്ടമില്ല. എന്താ എന്താ കാര്യം? ആ ഗംഭീറിന്റെ കൂടെ പുതിയൊരു മാനേജർ വന്നിട്ടുണ്ടെന്ന്. നേരോ? പിന്നെ ചിലപ്പോഴേ ആ മാനേജറുടെ കഴിവിലായിരിക്കും ബിസിനസ് കൂടാനുള്ള കാരണം. സംഗതി അത് തന്നെ. അല്ലാതെ ഏത്? ഇത്രയും ബിസിനസ് ആ ഗംഭീറിന് കിട്ടാൻ ഒരു വഴി ഞാൻ കാണുന്നില്ല. അങ്ങനെ പറയും. അല്ല കോവറേട്ടാ, ആ മാനേജറെ നമുക്കൊന്ന് കണ്ടാലോ? ആ ഗംഭീറിന്റെ മാനേജർ നമ്മളെന്തിനെ കാണുന്നത്? അതൊക്കെ ഉണ്ടെന്നേ. നമുക്ക് എങ്ങനെ എവിടുന്ന് കാണാൻ കഴിയും? അതൊക്കെ നമുക്ക് കാണാം. പക്ഷെ അതുകൊണ്ട് കോരൂര് എന്താ പ്രയോജനം? ആ മാനേജർ നമ്മൾ പൊക്കുന്നു. എന്നിട്ട് എന്തിന്? നമ്മുടെ മാനേജറാക്കുന്നു. ഓ ഓ ഓ അത് കൊള്ളല്ലോ. ഗംഭീർ കൊടുക്കുന്നതിലും ഇരട്ടി ശമ്പളം നമ്മൾ കൊടുക്കും. ഒരു കലക്കിട്ടാ ഗംഭീറിന്റെ ബിസിനസ് അതോടെ പോയി. ആ മാനേജറെ പൊക്കണം. അതൊക്കെ നമുക്ക് ശ്രമിക്കാന്ന്. മതി. പിന്നെ നമ്മൾ രാജാക്കന്മാര്, ഈ കാട്ടിലെ രാജാക്കന്മാർ. കാട്ടിലെ രാജാക്കന്മാര്. ഹോ, എന്റെ അമ്മേ, നടന്ന് കാലിലോട്ട് ഓട്ട തീർന്നു. ഉം. ഇത് തന്നെയല്ലേ? ഉം. ഒരു അനക്കവും കേൾക്കുന്നില്ലല്ലോ. ഇവിടെ ആരുമില്ലേ? ഉണ്ടാകുന്നേ എന്തെങ്കിലും ബിസിനസിന്റെ കാര്യത്തിൽ ഭയങ്കര തിരക്കിലായിരിക്കും മൂപ്പര്. ഭയങ്കര മാനേജറല്ലേ? ദാ ബെല്ല്. ബെല്ലടിക്കാം. ഹലോ, അതെ അയച്ചിട്ടുണ്ട്. ഓക്കേ, ചെക്കോ വീഡിയോ എന്തായാലും മതി. ഓർഡർ ഇനിയും ആവാം. പല കമ്പനികളിൽ നിന്ന് വരുന്നുണ്ട് നീ. ഓക്കെ, വേണ്ട വേണ്ട വേണ്ട, സ്റ്റോക്കൊക്കെ ഞാൻ ശരിയാക്കാം. ഓക്കെ, അപ്പൊ നേരിൽ കാണാം. ആരാ മനസ്സിലായില്ലല്ലോ? ഞങ്ങള് പിന്നെ സാറിനെ കാണാൻ വന്നതാ. ആര്? സാറ്? ഓ, ഞാൻ സാറ്. ഓ ആയിക്കോട്ടെ, കണ്ടോളൂ കണ്ടോളൂ, മുഴുവനായിട്ട് കണ്ടോളൂ. സാറാണ് ഞാൻ. ആ സാറാ. സാറേ, ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത് ഒരു മേജർ ഇഷ്യൂ. അയ്യോ, അത് പിടിയില്ല കേട്ടോ, അത് പിടിയില്ല. എന്തില്ലത്? ടിഷ്യൂ. അതല്ല പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഓ അങ്ങനെ അങ്ങനെ പ്രശ്നം. പറയൂ പറയൂ പറയൂ. സാറിപ്പോ ഗംഭീറിന്റെ മാനേജറാണല്ലോ. അതെ, ഞാൻ ശരിക്കും മാനേജർ തന്നെയാ. എന്താ എന്താ ഡൗട്ട് ഉണ്ടോ? Sorry. ശരിക്കും മാനേജറാ. ഗംഭീറിന്റെ അതേ ബിസിനസ് എനിക്കും. എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗ്. അയ്യോ അയ്യോ, ഞാനില്ല അതിനൊന്നും ഞാനില്ല. സാർ എന്താ ഉദ്ദേശിച്ചത്? ഈ തീവ്രവാദ സ്ഫോടനക്കല്ലേ? കയറ്റുമതിയും ഇറക്കുമതിയും അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ പറ, എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. എന്റെ ബിസിനസ് ഇപ്പൊ വളരെ മോശമാണ് സാർ. അതിനിപ്പോ ഞാൻ എന്ത് വേണം? സാറ് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. അയ്യേ, പറ്റില്ല പറ്റില്ല പറ്റില്ല, ഞാൻ ആർക്കൊന്നും കൊടുക്കാറില്ല. സാറെന്താണ് ഉദ്ദേശിച്ചത്? അത് പിന്നെ ഞാൻ ആരും ഉപദ്രവിക്കാറില്ല. സാറ് ഞങ്ങളെ ഒന്ന് സഹായിക്കണമെന്ന്. ഓ ഓ അങ്ങനെ. ആയിക്കോട്ടെ, എന്ത് സഹായമാണ് വേണ്ടത്? സാറ് ഈ കോരുവിന്റെ റോക്ക് സ്റ്റാർ എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗ് കമ്പനിയുടെ മാനേജറാണ്. മാനേജറാ? അതെ സാർ, ഇപ്പൊ കിട്ടുന്നതിന്റെ ഇരട്ടി ശമ്പളം തരും ഞാൻ. ആയിക്കോട്ടെ, ഓക്കെ ആയിക്കോട്ടെ. എനിക്ക് ഒന്ന് ആലോചിക്കണം. മതി. സാറ് ആലോചിച്ചിട്ട് മതി. ഈ കോരുവിന്റെ ബിസിനസ് സാറ് വന്ന തഴച്ചു വളരും. ഞാൻ എന്നെ പൊക്കി പറയുകയല്ല. ഗംഭീർ പൊളിഞ്ഞ് പൊളിഞ്ഞ് പലിസായി നിൽക്കുന്ന സമയത്ത് ഞാൻ മാനേജറായി. പിന്നെ വെച്ചടി കയറ്റമായിരുന്നു ഗംഭീർന്ന്. അതുകൊണ്ട് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? അതുകൊണ്ടല്ലേ ഞങ്ങൾ വിട്ടു വന്നത്. എന്തായാലും ആ ഫോൺ നമ്പർ തന്നേക്ക്, ഞാൻ വിളിക്കാം. അയ്യേ, ഇതൊന്നും ഇപ്പൊ വേണ്ട. എന്ത് സാറേ, ഇത് വിസിറ്റിംഗ് കാർഡാ? ഓ, ഞാൻ വിചാരിച്ചു അഡ്വാൻസ് മണിക്കുള്ള ചെക്ക് ആയിരിക്കും. സാറേ, എന്റെ നമ്പർ ഇതിനകത്തുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, ശരി ചെല്ലു ചെല്ലു ചെല്ലു. ശരി. ഹലോ, യെസ്, എത്തിയില്ലേ? ഇന്നലെ ഞാൻ സ്റ്റോക്ക് അയച്ചതാണല്ലോ. മാനേജറല്ലേ? ഞാനൊന്ന് ആലോചിക്കട്ടെ. ഞാനൊന്ന് നോക്കിയിട്ട് വിളിക്കാം. ശരി, ഓക്കെ, ഡോണ്ട് ടെൻഷൻ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. ഇത് പുതിയ അപ്പോയിന്റ്മെന്റ് ആണല്ലോ അല്ലേ?
സാർ ഉദ്ദേശിച്ചത് പേരാണ്. അതെ 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 അതെ. വാട്ട്സ് യുവർ നെയിം? വാട്ട്സ് യുവർ നെയിം? നെയിം മോട്ടു. ഓക്കെ, ബാക്കി ചോദ്യങ്ങൾ പിന്നീട്. തൽക്കാലം പുറത്തിരിക്കേ. ജോലിക്ക് എടുക്കണോ എടുക്കണ്ടേ എന്നൊക്കെ ഞാൻ പിന്നെ തീരുമാനിക്കും കേട്ടോ. ചെല്ലി. സാറേ ഒരു പോസ്റ്റ് ഒഴിവുണ്ടെന്നേ. ആ പോസ്റ്റ് ഒക്കെ KSEBിക്ക് കൊടുക്ക്. ഇവിടെ ഇലക്ട്രിക് പോസ്റ്റ്. സാർ എന്തൊക്കെയാ ഈ പറയുന്നത്? സാർ ആ ഉദ്യോഗത്തിന്റെ സർട്ടിഫിക്കറ്റ് പോലും പരിശോധിക്കാണ്ട വിട്ടത്. ആളുടെ ഒഴിവിട്ട്. ഇവിടത്തെ മാനേജർ ഞാനാ. എന്ത് വേണമെന്ന് എനിക്കറിയാം. പറയുന്നത് അനുസരിച്ചാ മതി. മനസ്സിലായോ? വെറുതെ അല്ല എനിക്ക് ശമ്പളം തരുന്നത് നിങ്ങൾ ആദ്യം ആലോചിക്കണം. ഹലോ, മാനേജർ സ്പീക്കിംഗ്. അതെ, സംഗതി പ്രശ്നമാവുമെന്നാ തോന്നുന്നേ. മാനേജറാണത്ര മാനേജർ. ശുദ്ധമണ്ടൻ. എന്റെ പേടി ഉള്ള ബിസിനസ് കൂടി കളയുമോന്നാ. ബിസിനസ് വളരാൻ വേണ്ടി കൊണ്ടുവന്ന മാനേജർ അത് തകർക്കുമെന്നാ തോന്നുന്നത്. അതെങ്ങനെ ശരിയാവും? ഓഹോ, അതിന് ഞാനിപ്പോ എന്ത് വേണം? ദേ, ഇനി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രോണിക് സാധനങ്ങൾ ആർക്ക് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ഐ ആം ദ മാനേജർ ഓഫ് എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗ് ബിസിനസ്സസ് ഓഫ്. പൊട്ടറ്റോ വേണമെങ്കിലേ പച്ചക്കറി കടയിൽ ചെല്ലേ. ഇവിടെ ബിസിനസ്, ഓൺലി ബിസിനസ്. വന്നിരിക്കുന്നു. സാറേ ഇവിടുത്തെ മൊത്തം സ്റ്റോക്ക് എടുക്കുന്നത് പീലിയാ. അത് തനിക്ക് ഒരു ഇലക്ട്രിക് ഷോക്ക് ആവട്ടെ. ഹലോ, മാനേജർ പപ്പി സ്പീക്കിംഗ്. ഞാൻ കോപ്പ് തരും, മനസ്സില്ല. എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗ്. ഇവിടെ ഷോക്കുമില്ല, സ്റ്റോക്കുമില്ല, ഷോക്കുമില്ല. വന്നിരിക്കുന്നു. ഷോക്ക് പോലും ഷോക്ക്. അറിഞ്ഞോ, ആ കോരുവിന്റെ മാനേജർ നല്ല പണിയാ കോരുവിന് കൊടുത്തത്. ബിസിനസ് ടൂർ എന്ന് പറഞ്ഞ് അവിടെയുള്ള പണവുമായി മുങ്ങിയത്ര. മാനേജറാണ് മാനേജർ. ഒരു വസ്തു അറിയില്ല അവന്. എന്റെ കഴിവുകൊണ്ട് ഞാൻ ബിസിനസ് വളർത്തി. ആ കോര് വിചാരിച്ച് മാനേജറുടെ കഴിവാണെന്ന്. ആ കോരുവിന്റെ ബിസിനസ് ഇപ്പോൾ ആകെ തകർന്നിരിക്കുകയാ. കോരു നാടുവിടേണ്ട അവസ്ഥയിലെത്തിയിരിക്കുന്നു. പപ്പീസിന്റെ ബിസിനസ് തകർക്കുന്ന ഘട്ടത്തിലാ അവരെന്റെ കമ്പനിയിൽ നിന്നും പപ്പീസിനെ പൊക്കിയത്. അതുകൊണ്ട് ഗംഭീര രക്ഷപ്പെട്ടു. അതെ അതെ അതെ. ആ കോരുവിനോട് എനിക്ക് ഒരു വെറുപ്പില്ല കേട്ടോ. ഇപ്പോഴും ഞാൻ എന്റെ പാർട്ട്ണറാക്കാൻ തയ്യാറാ. ഗംഭീറിനോട് ഇത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ടും ഈ ഗംഭീറിന്റെ മനസ്സിന് ഞാൻ നമിക്കുന്നു. നമുക്ക് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീരും. അധ്വാനിക്കാൻ കഴിയുമെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ വിജയിക്കുകയും ചെയ്യും. Business is important and life is very bad. And business is very statement and life is very dead, uncle. എന്തൊരു കഷ്ടമാണിത്. പാവം, എല്ലാം നഷ്ടപ്പെട്ട് ഭ്രാന്തനെ പോലെ അലിയുന്നത് കാണേണ്ടി വന്നല്ലോ. കപിലേ, നമുക്ക് എത്ര പണം ചെലവായാലും വേണ്ടില്ല. കോരുവിനൊരു ഡോക്ടറെ കാണിക്കണം, ചികിത്സിക്കണം, അസുഖം ഭേദമാക്കണം. ഗംഭീർ ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ്. നമ്മോടൊപ്പം ഉണ്ടായിരുന്ന, നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിച്ച സുഹൃത്തിനൊരു പ്രശ്നം വരുമ്പോ അവന്റെ കൂട്ടുകാരല്ലാതെ ആരാ കപിലെ തുണ? തീർച്ചയായും ഗംഭീറിനൊപ്പം ഞാനും ഉണ്ടാകും. തീർച്ച. അനുഭവ കാഴ്ചകൾ കഴിഞ്ഞിട്ടിതാ ജീവന്റെ വചനം. ശ്രദ്ധിക്കാം. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ടിങ്കു, എന്തൊക്കെയാ വിശേഷങ്ങൾ? സുഖായിരിക്കുന്നു അങ്കിൾ. ഓക്കെ, കഴിഞ്ഞ ദിവസം നീ ഏതൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിരുന്നല്ലോ. ഞാൻ ആയിരുന്നു അങ്കിൾ. ഓക്കെ, എന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ല. കൂട്ടുകാരൻ വീട്ടിൽ പോയി. ഒരുപാട് സന്തോഷമായിരുന്നു. ആണോ? ഓക്കെ, നമ്മുടെ സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ പോവുക, അവരുടെ മാതാപിതാക്കളെ കാണുക, അവരോട് കൂടെ ചില സമയങ്ങൾ ചെലവഴിക്കുക വളരെ സന്തോഷമുള്ള കാര്യമാണല്ലേ? അതെ അങ്കിൾ, അതെ. ഓക്കെ ഓക്കെ, അവിടെ പോയപ്പോൾ എന്തെല്ലാമാണ് ഉണ്ടായത്? അങ്കിൾ, അവിടെ അച്ഛനുണ്ടായിരുന്നു. ഓക്കെ. അമ്മയുണ്ടായിരുന്നു. അനിയത്തി ഉണ്ടായിരുന്നു. ഓ, അത് ശരി. പിന്നെയോ? ഞങ്ങൾ ഒരുപാട് ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം കഴിച്ചു.
ഇവനൊരു ഭക്ഷണപ്രിയനും കൂടിയാണ്. ആട്ടെ, എന്ത് ഭക്ഷണമാണ് ഏറ്റവും അധികം കഴിച്ചത്? പഴം കഴിച്ചു. ഓ, പഴമാണോ കഴിച്ചത്? അതെ അതെ. ഓക്കെ ഓക്കെ, ടിങ്കുവിന് പഴം ഒരുപാട് ഇഷ്ടമാണ്. ആട്ടെ ടിങ്കു, ആ പഴത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു അങ്കിൾ. എന്തായിരുന്നു പ്രത്യേകത? അത് അവിടെ തന്നെ ഉണ്ടാക്കിയതാ. ഓ, അത് ശരി. അപ്പോൾ കൂട്ടുകാരൻ്റെ പിതാവ് നല്ലൊരു കൃഷിക്കാരനാണല്ലേ? അതെ അതെ അതെ. ഓക്കെ, ബൈബിളിൽ നല്ലൊരു കൃഷിക്കാരനെ കുറിച്ച് പറയുന്നുണ്ട്. ആരാണെന്നറിയാമോ? എനിക്ക് അറിയത്തില്ല അങ്കിൾ. ആ, എന്നാൽ അങ്കിൾ പറഞ്ഞു തരാം കേട്ടോ. അബ്രഹാമിന് ഒരു മകനുണ്ടായിരുന്നു, ഏകജാതനായ പുത്രൻ. ആരാണെന്നറിയാമോ? അതെനിക്കറിയാം. ആരാ? ഇസ്ഹാക്ക്. ആ, ശരിയാ, ഇസഹാക്ക്. ഇസഹാക്ക് നല്ലൊരു കൃഷിക്കാരനും കൂടിയായിരുന്നു. ഇസഹാക്ക് കൃഷി ചെയ്തപ്പോൾ ദൈവം അവനെ അനുഗ്രഹിച്ചു. 100 മേനി കൊയ്തെടുക്കുവാനായിട്ട് ഇടയായി. 100 ആനയോ? അതെ അതെ, എല്ലാവർക്കും അത്രത്തോളം കിട്ടത്തില്ല. ഒരു പക്ഷെങ്കിൽ 30 മേനി, 60 മേനി, 90 മേനി. എന്നാൽ ഈ ഇസഹാക്ക് വിതച്ചപ്പോൾ 100 മേനി കിട്ടി. അതെന്താ അങ്കിൾ? കാരണം ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ ചില നല്ല ഗുണങ്ങളുണ്ടായിരുന്നു. അതെന്തൊക്കെയാ അങ്കിൾ? നല്ലൊരു കൃഷിക്കാരൻ ജീവിതത്തിൽ പാലിക്കേണ്ടതായ ചില നല്ല ഗുണങ്ങൾ. നമ്മളും ദൈവത്തിൻ്റെ കൃഷിക്കാരാണ്, ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടവരാണ്, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടവരാണ്. എന്തൊക്കെ ഗുണങ്ങളത്? ഞാൻ പറഞ്ഞു തരാം. ഓക്കെ അങ്കിൾ. തൻ്റെ പിതാവ് ദൈവത്തെ ആരാധിച്ച വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ഇസഹാക്കും ദൈവത്തെ ആരാധിച്ചു പോന്നു. ആ, നല്ല കാര്യം അങ്കിൾ. മാതാപിതാക്കൾ പിൻപറ്റുന്ന നല്ല കാര്യങ്ങളെ നാമും നമ്മുടെ ജീവിതത്തിൽ പുലർത്തേണ്ടതാണ്. ദൈവത്തെ ആരാധിക്കുക, ദൈവത്തോടുകൂടെ സമയം ചെലവഴിക്കുക, അത് എത്രയോ വലിയ കാര്യമാണ്. ഒരു കൃഷിക്കാരന് ഒരുപാട് തിരക്കുകളൊക്കെ ഉണ്ടാവും അല്ലേ? അതെ അങ്കിൾ. എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഇസഹാക്ക് സമയം കണ്ടെത്തി. പ്രിയ കൂട്ടുകാരെ, നാമും നമ്മുടെ തിരക്കിൻ്റെ ഇടയിൽ ദൈവത്തോടുകൂടെ സമയം ചെലവഴിക്കണം. ഒരുപാട് തിരക്കുകളൊക്കെ ഉണ്ടല്ലേ? ഒരുപാട് പഠിക്കാനുണ്ട്. ശരിയാണ്, പഠിക്കാനുണ്ട്. പിന്നെ കളിക്കാൻ വേണം, കളിക്കാൻ പോകണം. എന്നാൽ എത്ര തിരക്കുണ്ടെങ്കിലും ദൈവത്തോടുകൂടെ നമ്മുടെ സമയം നാം ചെലവഴിക്കുമ്പോൾ അതിനൊരു അനുഗ്രഹമുണ്ടാകും. പിന്നെ എന്താ അങ്കിൾ? അതുമാത്രവുമല്ല, ഇസഹാക്ക് തൻ്റെ മാതാപിതാക്കളെ പൂർണ്ണമായി അനുസരിക്കുന്ന വ്യക്തിയായിരുന്നു. ആണോ അങ്കിൾ? നിനക്ക് ആ കഥ ഓർമ്മയുണ്ടോ? ഏതാ അങ്കിൾ? അബ്രഹാം തൻ്റെ മകനെയും കൂട്ടി ഒരു മലയിലേക്ക് കടന്നു പോയത്. അതെ അതെ അതെ, ദൈവം പറഞ്ഞത് അനുസരിക്കാം. അതെ, ദൈവം പറഞ്ഞത് അനുസരിക്കാൻ. ആ പിതാവ് പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ഇസഹാക്ക് അനുസരിച്ചു. അവിടെ മാത്രമല്ല, തൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പിതാവിനെ പൂർണ്ണമായി അനുസരിക്കുന്ന സ്വഭാവം ഇസഹാക്കിനുണ്ടായിരുന്നു. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ അനുസരിക്കണം. അനുസരിക്കാം. അതെ കൂട്ടുകാരെ, നിങ്ങൾ അനുസരിക്കാറുണ്ടോ? മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങളെ പൂർണ്ണമായി അനുസരിച്ച്. ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, മാതാപിതാക്കളെ കർത്താവിൽ അനുസരിക്കണം. അത് ന്യായമുള്ള കാര്യമാണ്. ന്യായമായിരിക്കുന്ന കാര്യത്തെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കണം. തീർച്ചയായിട്ടും അങ്ങളെ. പിന്നെ എന്താണെന്നറിയാമോ? മൂന്നാമത്തെ ഗുണം, താൻ ഒരു പ്രാർത്ഥനാ വീരനായിരുന്നു. ആണോ അങ്ങൾ? അതെ, തൻ്റെ ഏതാവശ്യങ്ങളും ദൈവസന്നിധിയിൽ പോയി ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ഉത്തരം ലഭിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇസ്ഹാക്ക്. ആണോ അങ്ങൾ? ഏതങ്ങൾ? അസുഖം. തൻ്റെ ജീവിതത്തിൽ തനിക്ക് വിവാഹം കഴിച്ചു, മക്കളൊന്നുമില്ലായിരുന്നു. എന്നാൽ ദൈവത്തോട് പോയി പ്രാർത്ഥിച്ചു, ദൈവം തനിക്ക് ഉത്തരം നൽകി. അങ്ങനെ ഏത് പ്രയാസത്തിലും ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രിയ കൂട്ടുകാരെ, നാമും ഇസ്ഹാക്കിനെ പോലെ പ്രാർത്ഥിക്കുന്ന കൂട്ടുകാരായി മാറണം. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോഴും സന്തോഷം വരുമ്പോഴും വേദനകൾ വരുമ്പോഴും വീട്ടിലേതെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോഴെല്ലാം നാം ദൈവത്തോടാണ് ആദ്യം വിഷയത്തെ അവതരിപ്പിക്കേണ്ടത്. കാരണം ദൈവമാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നൽകിത്തരുന്നത്. എനിക്ക് മനസ്സിലായി. ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിലെ ഗുണങ്ങൾ കണ്ടല്ലോ അല്ലേ? ഈ ഗുണങ്ങളുള്ളതുകൊണ്ട് ദൈവം അവനെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എന്താ ഉണ്ടായത്? ചില ആളുകൾ അവന് വിരോധമായിട്ട് മാറി, അവനോട് അസൂയ തോന്നി. ഇവരെ പോയി കുഴിച്ച കിണറുകളെല്ലാം അവർ വന്ന് മണ്ണിട്ട് മൂടിക്കളഞ്ഞു. ഇസ്ഹാക്ക് ചെയ്ത എന്താണെന്നറിയാമോ? നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? അതെ, നമ്മൾ പോയി വഴക്കൊക്കെ ഉണ്ടാക്കും. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത വാക്കുകളൊക്കെ പറയും. പക്ഷേ ഇസ്ഹാക്ക് അങ്ങനെയൊന്നും ചെയ്തില്ല. ഇസ്ഹാക്ക് ചെയ്ത എന്താണെന്നറിയാമോ? ആ സ്ഥലം വിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറിപ്പോയി.
പ്രതികാരം ദൈവത്തിന് കൊടുത്തു. പ്രിയ കൂട്ടുകാരെ, നാമും ക്ഷമിക്കുന്നവരായി മാറണം. ദൈവസന്നിധിയിൽ ദൈവത്തോട് കൂടെ നടക്കുന്ന കൂട്ടുകാർ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയോ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉപദ്രവിക്കുന്നവർ ഒരിക്കലും ആയിരിക്കില്ല. ഇസഹാക്ക് നല്ലൊരു മാതൃകയാണ്. എനിക്ക് മനസ്സിലായി അങ്കിൾ. കണ്ടില്ലേ, ഇസഹാക്കിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടത് കാരണം തന്നിലുള്ള ചില നല്ല ഗുണങ്ങൾ. ഈ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമുക്ക് പ്രാവർത്തികമാക്കാം. ഓക്കെ അങ്കിൾ, ഞാൻ അത് ചെയ്യും. ഓക്കെ, അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ കേട്ടോ. ഓക്കെ അങ്കിൾ, താങ്ക് യു. ഓക്കെ, ബൈ. ചിന്തകൾക്കും അനുഭവങ്ങൾക്കും ശേഷം ഇനിയൊരു പാട്ട് വേണമല്ലേ? ഇതാ. ഓക്കെ, ഇനി നിങ്ങളുടെ വിശേഷം അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. അടുത്ത ആഴ്ച പുതിയ ഫ്രണ്ട്സുമായി നിങ്ങളെ കാണുന്നവരെ ബൈ ബൈ.